നമസ്കാരം. ഉണ്ണി ഗുരുക്കളെ ഞാൻ മുമ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം മലപ്പുറത്തുള്ള ഒരു മർമ്മ ചികിത്സകനാണ്. അദ്ദേഹത്തിൻ്റെ മരുന്നില്ലാത്ത സാധാരണ ചികിത്സയിലൂടെ ഒരുപാട് വലിയ വലിയ രോഗങ്ങൾ പല ആൾക്കാർക്കും മാറിപ്പോയിട്ടുണ്ട്. ഞാൻ അത്തരത്തിലുള്ള ആൾക്കാരുടെ ടെസ്റ്റിമണികൾ മുമ്പ് എൻ്റെ 1-2 വീഡിയോകളിൽ കാണിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ അതേപോലെ സമാനമായ വളരെ ഗുരുതരമായ ഒരു രോഗാവസ്ഥയിൽ നിന്നും സർജറി അല്ലാതെ മറ്റ് പോംവഴിയൊന്നുമില്ല എന്ന് പറഞ്ഞ ഒരു രോഗാവസ്ഥയിൽ നിന്നും ആ രോഗത്തെ ഉണ്ണി ഗുരുക്കളുടെ ചികിത്സയിലൂടെ മറികടന്ന ഒരു യുവതിയുടെ അനുഭവ സാക്ഷ്യമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് ആഗ്നൻ. ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ സ്വദേശം കൊല്ലമാണ്. ആക്ച്വലി വീഡിയോ ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് ഐ റിയലി വോണ്ട് ടു ഷെയർ മൈ എക്സ്പീരിയൻസ് വിത്ത് യു ഗൈസ്. ബിക്കോസ് എൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്, എനിക്ക് ഡിസ്ബൾജിങ് ഉണ്ടായിരുന്നു, നെക്കിൽ ഡിസ്ബൾജിങ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ വർക്ക് ചെയ്ത് ബാക്ക് ഇൻ 2024 മെയ്യിലാണ് ഇത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു സിംറ്റംസ് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഷോൾഡർ സ്റ്റിഫ്നെസ് അതിലാണ് തുടങ്ങിയത്. പിന്നീട് നമുക്ക് കൈ നോർമലി താഴോട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് നിർത്താൻ പറ്റാത്തൊരു സ്റ്റേജായി, ലൈക്ക് ഒരു സപ്പോർട്ട് വേണം. അതുപോലെ പിന്നെ കൈ പെടുത്തിട്ട് ലൈക്ക് ഈ തമ്പിൽ വരെ അറ്റ്ലീസ്റ്റ് ഞാൻ ഈ ലക്ഷണങ്ങൾ പറയുന്നത്, ഇൻ കേസ് ആർക്കെങ്കിലും ഇത് ഇനിഷ്യലി നിങ്ങൾക്ക് ഇതേപോലെ വരുന്നുണ്ടെങ്കിൽ അത് ആ ഡിസ്ബൾജിങ് ആണെന്ന് കൺക്ലൂഷൻ നിങ്ങൾ എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ സ്റ്റിഫ്നെസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് നമ്മുടെ തമ്പിൽ വരെ ആ പെരുത്തിട്ട് ഇങ്ങനെ നിൽക്കും. ലൈക്ക് നമുക്ക് അപ്പോൾ വെയിറ്റ് എടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ നോർമലി താഴോട്ട് വെക്കാനോ പറ്റില്ല, ഒരു സപ്പോർട്ട് വേണം. സോ അതായിരുന്നു ഒരു എക്സ്ട്രീം സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു, ലൈക്ക് NMC ബുർജിയിൽ പോലുള്ള ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഒന്നും വർക്കൗട്ട് ആയില്ല. ഈവൻ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ഞാൻ ട്രൈ ചെയ്തായിരുന്നു അവിടെ, പക്ഷേ എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടില്ല. സോ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ടൈമിൽ ഡോക്ടറാണ് സജസ്റ്റ് ചെയ്തത്, ലൈക്ക് എക്സ്റേസ് MRI അല്ല, എക്സ്റേസും അൾട്രാസൗണ്ടൊക്കെ ഓൾറെഡി ചെയ്തു, അതിലെല്ലാം നോർമലാണ്. സോ അദ്ദേഹമാണ് പറഞ്ഞത് MRI കൂടെ ഒന്ന് നോക്കാൻ, ലൈക്ക് എന്തായിരിക്കും നമുക്ക് നെർവ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ MRI എടുത്തപ്പോഴാണ് ഈ ഡിസ്ബൾജിങ് ആണെന്ന കൺക്ലൂഷനിൽ വരുന്നത്. പിന്നെയും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തു. അവർ സർജറി തന്നെയാണ് പറഞ്ഞത്, ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ സർജറി തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഡാഡിക്ക് ഈ സെയിം ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ സർജറി ചെയ്തു, ട്രിവാൻഡ്രത്തായിരുന്നു സർജറി ചെയ്തത്. പക്ഷേ അതിൻ്റെ റിസൾട്ട്സ് അത്ര കൺവിൻസിങ് അല്ലായിരുന്നു. ബിക്കോസ് ഹി ഗോട്ട് പാരലൈസ്ഡ് ലെഫ്റ്റ് സൈഡിൽ. സെയിം ഡാഡിക്കും ലെഫ്റ്റ് സൈഡ് തന്നെയായിരുന്നു, ലെഫ്റ്റ് സൈഡിൽ പാരലൈസ് ആയി. പിന്നെ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അതൊന്ന് ഓക്കെ ആയത്. ബട്ട് സ്റ്റിൽ ആ പ്രീവിയസ് സ്ട്രെങ്ത് ഇല്ല. സോ ഞങ്ങൾ ടു ബി ഓണസ്റ്റ്, എൻ്റെ അമ്മയൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു ആ ടൈമിൽ, അബുദാബിയിലുണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് ഫാമിലി വൈസ് ഞങ്ങൾ അത്ര കൺവിൻസിങ് അല്ലായിരുന്നു ഓപ്പറേഷൻ, കാരണം ഇങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുണ്ട്. സോ വൈ കാൺ വി ട്രൈ സംതിങ് ലൈക്ക് ബെറ്റർ? അങ്ങനെ നോക്കിയാണ് എൻ്റെ മമ്മിയാണ് ഈ സാമുവൽ ജോർജിൻ്റെ ഈ വീഡിയോ യൂട്യൂബിൽ കാണുന്നത്, ഉണ്ണി ഗുരുക്കളെ കുറിച്ച് അറിയുന്നതും. സോ ഓൾ ഓഫ് എ സഡൻ മേ ബി ബൈ ഗോഡ് ഗ്രേസ് ഞങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റിയത്. കാരണം നമ്മൾക്ക് എന്തായാലും ഒരു എക്സ്ട്രീം ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ഓപ്പറേഷൻ എന്നുള്ളത്. സോ വൈ കാൺ വി ട്രൈ സംതിങ് എൽസ് എന്നുള്ള രീതിയിൽ നിന്ന ടൈമിലാണ് ഈ ദൈവമായിട്ട് ഈ വീഡിയോ കാണുന്നത്. സോ till now I believe, like, you know, he's a messenger of God, like, because ഇദ്ദേഹം വളരെ എന്താ പറയുക, ലൈക്ക് നമ്മൾക്ക് ആക്ച്വലി നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ മെഡിസിൻസ് ഒന്നും ചെയ്യുന്നില്ല. ഹീ ഈസ് ജസ്റ്റ് ഡൂയിങ് ലൈക്ക് മർമ്മ ചികിത്സയാണ് ചെയ്യുന്നത്. കുറേ ഓയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള മസാജ് തെറാപ്പി, യോഗയൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ അതിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും എഫക്റ്റീവാണ് ആ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് ഞാൻ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു, അമ്മ വഴിയാണ് ഈ വീഡിയോ കണ്ട് അവിടുന്ന് ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. അദ്ദേഹം കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു, ഈ ഹെർനൈറ്റ് ഡിസ്കാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു, ലൈക്ക് 14 days ട്രീറ്റ്മെൻറ്റ് മതി, നമുക്കത് ഓക്കെ ആവും. ലക്ഷണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ള കോൺഫിഡൻസ് തന്നു. സോ ഞങ്ങളത് മെയിൻ ഈ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്ത് ഓരോ ഫിസിയോതെറാപ്പി, ഞാൻ കുറേ പെയിൻ കില്ലേഴ്സ് അതെല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല, ടു ബി ഓണസ്റ്റ്. ലൈക്ക് പെയിൻ കില്ലേഴ്സ്, സ്ലീപ്പിംഗ് പിൽസ് എല്ലാം എടുത്തിട്ട് പോലും നമുക്ക് ആ പെയിൻ കാരണം നമുക്ക് സ്ലീപ്പിംഗ് പോലും പ്രോപ്പർ ആവുന്നില്ലായിരുന്നു. ആ സ്റ്റേജിലാണ് ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുന്നത്. സോ അദ്ദേഹം ഒരു കോൺഫിഡൻസ് തന്നു. ഞങ്ങൾ ഡിസംബർ 9th ആ ഡേറ്റ് എനിക്ക് December 9, 2024 ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്തിട്ട്, അതായത് ഇദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് 7th ഞങ്ങൾ വിളിച്ച് സംസാരിക്കുന്നു. 9th ഫ്ലൈറ്റ് എടുത്ത് ഞങ്ങൾ തിരിച്ചു ഇവിടെ വന്നു, ലീവൊക്കെ അപ്ലൈ ചെയ്തു. എനിക്ക് 14 days എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ്. ഇവിടെ വന്നു, എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. ഇവിടെ മലപ്പുറത്ത് KVM ഹോസ്പിറ്റലാണ് ഞങ്ങൾ വന്നത്. ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ടു ബി ഓണസ്റ്റ്, ഫസ്റ്റ് ഡേ അദ്ദേഹം ഇത് ചെയ്തിട്ടാണ്, ലൈക്ക് അത്രയും നാളെ ഞാൻ ടാബ്ലറ്റ്സ് കാര്യങ്ങൾ എടുത്തിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റാറുണ്ട്. പക്ഷെ അത് എന്താണെന്നറിയില്ല, ബൈ ഗോഡ് ഗ്രേസ് ഒരു പോസിറ്റീവ് സൈനായിട്ട് ദൈവം കാണിച്ചതായിരിക്കും. ലൈക്ക് അത് എനിക്ക് നല്ല സ്ലീപ്പ് കിട്ടി. വന്നപ്പോൾ തന്നെ ആ പെയിൻ അദ്ദേഹം മറന്നു ചെയ്തപ്പോഴത്തേക്ക് ഒരു റിലാക്സ്ഡ് മോഡിലോട്ട് എത്തി.
അന്ന് തന്നെ ഞാൻ നന്നായിട്ട് ഉറങ്ങി. പിന്നെ ചികിത്സ തുടങ്ങി, മസാജ് കാര്യങ്ങളൊക്കെ തുടങ്ങിയ ടൈമിൽ ബോഡി കുറച്ച് വീക്കായി. ബിക്കോസ് നമ്മളങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതല്ലല്ലോ. സോ എനിക്ക് എക്സാക്ട്ലി ഞങ്ങൾ 14 ഡേയ്സ് എന്ന് പറഞ്ഞ് തുടങ്ങിയത് ഈ പെയിൻ റെഡ്യൂസ് ആവുന്നില്ലായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയ ടൈം നല്ല പെയിനായിരുന്നു. അപ്പോൾ ആ പെയിൻ മാനേജ് ചെയ്യുന്നതിൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റ് കൂടെ എടുക്കുമ്പോൾ നല്ല ഡിഫിക്കൽട്ടി ആയിരുന്നു. ഞാൻ ഇവിടെ വന്ന ടൈമിൽ ആരോടും സംസാരിക്കുക കാര്യങ്ങളൊന്നും ചെയ്തില്ല. കാരണം നമ്മൾക്ക് ആ ഒരു പെയിൻ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ആരോടും ഇൻട്രാക്ട് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിനെ ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബിക്കോസ് ഐ വാസ് റിയലി ഡിസപ്പോയിൻറ്റഡ്. ബിക്കോസ് നമ്മൾ അത്രയും ട്രാവൽ ചെയ്ത് വന്നു, പക്ഷേ എനിക്ക് ആ പോസിറ്റീവ് സൈൻ കിട്ടുന്നില്ലായിരുന്നു. പിന്നീട് ട്രീറ്റ്മെൻറ്റിൽ പെയിൻ കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. 14 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു. ലൈക്ക് എക്സാക്ട്ലി ഞങ്ങൾ ലൈക്ക് ഒരു 12 ഡേയ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്ക് റിസൾട്ട് കിട്ടണില്ല. സോ അദ്ദേഹത്തിനോട് ഞങ്ങൾ ചോദിച്ചു ഇതിലെന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ. ലൈക്ക് അദ്ദേഹം പറഞ്ഞു അത് അത്രയും സിവിയറാണ്, കാരണം അതിന് അത്ര ഏജ് ഉണ്ട് ആ ഡിസീസിന്. ഇപ്പം സിംറ്റംസ് ഇപ്പം വന്നെങ്കിലും ഇത് മുമ്പേ ഉണ്ടായിരുന്നതാണ്. സോ കുറച്ചും കൂടെ പേഷ്യൻസ് വേണം. അങ്ങനെ ഞങ്ങൾ 14 ഡേയ്സ് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ 21 ഡേയ്സിലോട്ട് മാറ്റി. സോ എക്സാക്ട്ലി ഓൺ 17th ഡേ, ടു ബി ഓണസ്റ്റ് 17th ഡേയുടെ തെറാപ്പി കഴിഞ്ഞതിന് ശേഷം എനിക്ക് അത് ഫീൽ ചെയ്യാൻ തുടങ്ങി പേഴ്സണലി, എൻ്റെ പെയിൻ കുറയുന്നതായിട്ട്. വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. നോർമലി എൻ്റെ കൈയുടെ വെയിറ്റ് തന്നെ എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു സ്റ്റേജായിരുന്നു. സോ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മോളെ എടുക്കാനാണെങ്കിലും നോർമൽ വാഷിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയിരുന്നു. നല്ല റിസൾട്ട് കിട്ടി തുടങ്ങി. 17th ഡേ തൊട്ട് വി കാൺ ബിലീവ് ഇറ്റ് ആക്ച്വലി. ഞങ്ങളെല്ലാവരും എന്തോ ഒരു ഇമാജിനറി വേൾഡിലായിരുന്നു, ടു ബി ഓണസ്റ്റ്. കാരണം ഇത്രയും നാൾ നമ്മൾ കൊണ്ടു നടന്ന വേദന ലൈക്ക് അത് റിക്കവറായി വരുന്ന ഒരു പോസിറ്റീവ് സൈഡ് എനിക്ക് എവിടെയും കിട്ടിയിട്ടില്ല. അബുദാബിയിൽ ഞങ്ങൾ ഈ പറയുന്ന വളരെ പ്രശസ്തമായ ഹോസ്പിറ്റലെല്ലാം കാണിച്ചിട്ട് പോലും നമുക്ക് കിട്ടാത്തൊരു റിസൾട്ടാണ് നമുക്ക് ഇവിടെ വന്നിട്ട് അദ്ദേഹം. കാരണം ഞാൻ മെഡിസിൻസ് ഒന്നും എടുത്തിട്ടില്ല. അദ്ദേഹം ആ തെറാപ്പി വഴി നമുക്കത് ചെയ്തു തന്നപ്പോൾ അത് വാസ് റിയലി നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ഹാപ്പിയായി നമ്മൾ ആ വന്നത് ബോത്താണെന്നുള്ളത് നമുക്കൊരു ഫീല് കിട്ടി. പിന്നെ അങ്ങനെ ഞങ്ങൾ കസിൻസിൻ്റെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞു ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അവർക്ക് തന്നെ മൈഗ്രെയിൻ അതുപോലെ തന്നെ ഹിപ്പ് പെയിൻ ഉള്ള എല്ലായിടത്തും, കാരണം മാക്സിമം നമ്മൾക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലും ബിലീവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ കസിൻസിൻ്റെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു. അങ്ങനെ ഇത് കംപ്ലീറ്റ്ലി റിക്കവറായി. ഇതിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ 2026 ആണ്. ഞാൻ 2024 കാര്യമാണ് പറഞ്ഞത്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ വൈദ്യനോട് പറഞ്ഞു ലൈക്ക് ആസ് എ ഫോളോ അപ്പ് എനിക്ക് 2 more സിറ്റിങ്സ് ഉണ്ട്, എവറി 1 year ഞാൻ വരും എന്ന് പറഞ്ഞു. ഇതിപ്പോൾ 2026 ആണ്. 2024 എൻഡിലാണ് ഞാനിത് ചെയ്യുന്നത്. സോ 2025 എനിക്ക് ഇവിടെ വരാൻ പറ്റില്ല, നമ്മളുടെ തിരക്ക് കാര്യങ്ങൾ കാരണം വരാൻ പറ്റില്ല. സോ ഇപ്പോൾ ഞാൻ വന്നു, ഇതിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ട്രീറ്റ്മെൻറ്റിൻ്റെ. അതിനുശേഷം ഈ നിമിഷം വരെ ആ പെയിൻ ലൈക്ക് ഐ ഡോണ്ട് നോ വെദർ യു ഗൈസ് വിൽ ബിലീവ് ബട്ട് ഐ ആം സേയിങ് ദ ട്രൂത്ത്. ആ നിമിഷം നമ്മൾ ഇവിടുന്ന് പോയി ആ പെയിൻ പിന്നെ വന്നിട്ടേ ഇല്ല, ടു ബി ഓണസ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ നോർമൽ ലൈഫ് സൈക്കിളിലോട്ട് പോയി. ലൈക്ക് നമ്മൾക്ക് അറിയാലോ ഓഫീസ് വർക്ക് ആകുമ്പോഴത്തേക്ക് അത്രയും സ്ട്രെസ്സ് കാര്യങ്ങൾ കാണും. നോ പ്രോബ്ലം അറ്റ് ഓൾ. ലൈക്ക് ഈവൻ ദിസ് മൊമെൻറ്റ് ആ ദൈവം സഹായിച്ചിട്ട് ആ പെയിൻ വന്നിട്ടില്ല. സോ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ദിസ് ഗായ്. ഉണ്ണിഗുരുക്കൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതായത് KVM ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. സോ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി വളരെ നല്ലതാണ്. ലൈക്ക് അസിസ്റ്റൻസ് ആയിട്ട് നിന്നത് ഫെമി, പിന്നെ അതുപോലെ നീതു എന്ന് പറഞ്ഞ 2 സിസ്റ്റേഴ്സാണ്. ദേ ആർ വെരി ഹെൽപ്ഫുൾ, ലൈക്ക് വെരി കൈൻഡ് ലവിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ അതുപോലെ ഇദ്ദേഹത്തിനോട് എനിക്ക് എത്ര നന്ദി പറയാനും മതിയാവില്ല. കാരണം നമ്മൾക്കൊരു പെയിനൊക്കെ, നെർവിൻ്റെ ഒക്കെ പെയിൻ, ബോൺസിൻ്റെ പെയിൻ എല്ലാവർക്കും അനുഭവിച്ചവർക്കറിയാം. നമുക്കത് ഡെയിലി ലൈഫിൽ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റില്ല. അത്രയ്ക്കൊരു ഡിസ്റ്റർബിങ് അതുപോലെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. സോ അതിൽ നിന്ന് റിലീഫ് കിട്ടുക എന്ന് പറയുന്നത് like I'm grateful to God, I'm grateful to him and even to my mom because അമ്മ വഴിയാണ് എനിക്കിത് കാണാൻ പറ്റിയത്. അമ്മ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത ടൈമിലാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാനിടയായതും നമ്മൾ ആ ഒരു അറ്റംപ്റ്റ്, ആ ഒരു റിസ്ക് എടുത്തു ഇവിടെ വരാനായിട്ട്. സോ അതിൽ ഒരിക്കലും എനിക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഈ നിമിഷം നിങ്ങൾക്കറിയാം, ഈ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത ഐ വാസ് റിയലി ഇമോഷണൽ. ഐ കുഡൻറ്റ് കൺവേ ദ മെസ്സേജ് ഓൺ ദ റൈറ്റ് വേ ഓൺ ദാറ്റ് വീഡിയോ. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊരു ഫീഡ്ബാക്ക്, അറ്റ്ലീസ്റ്റ് നൗ ഐ ആം ഇൻ എ കണ്ടീഷൻ വേർ ഐ ക്യാൻ എക്സ്പ്രസ് മൈ ഫീലിങ്സ് ആൻഡ് മൈ ഫീഡ്ബാക്ക്. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് ദ ട്രീറ്റ്മെൻ്റ് ആണ്. ഞാനിപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ് ഇത് കഴിഞ്ഞിട്ട്. സോ ഐ റിയലി റെക്കമെൻഡ് ഹിം ഫോർ എവറി വൺ. ബിക്കോസ് ആർക്കെങ്കിലും ലൈക്ക് ഹെർണിയേറ്റഡ് ഡിസ്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈഗ്രെയിൻ, ഡിസ്ക് പെയിൻ, നമ്മുടെ എന്തെങ്കിലും ജോയിൻറ്റ് പെയിൻ, മുട്ടുവേദന, അതുപോലുള്ള എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഈ സർജറി എന്നൊരു ഓപ്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഡിസിൻസ് എടുക്കാതെ ഇദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. സോ പ്ലീസ്, കാരണം നമുക്ക് ഇതൊക്കെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. കാരണം നമ്മൾക്കറിയാമല്ലോ മെഡിസിൻസിന് എന്തായാലും സൈഡ് എഫക്ട്സ് കാണും. സോ ഐ റിയലി പ്രിഫർ you guys to go with him. So I'm really thankful for him for helping me to come out of this also. Thank you so much for listening me. എനിക്കറിയാം ഇതൊരു ബിറ്റ് ലെങ്തി വീഡിയോ ആണ്, ബട്ട് സീരിയസ്ലി ലൈക്ക് if we are grateful, if we are explaining something, it will take time, right? So
വൺസ് അഗെയിൻ ഐ ആം റിയലി താങ്ക്ഫുൾ ടു ഹിം. എല്ലാവരും ലൈക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡിസീസോ കാര്യങ്ങളോ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. ഈസ് വെരി കൈൻഡ് ആൻഡ് ജെൻറൽ, ഗോഡ് ബ്ലെസ്സിങ് ഉള്ളൊരു വ്യക്തിയാണ്. ഞാൻ അത്രേ പറയുള്ളൂ. കാരണം ഹിസ് ഹാൻഡ് ഇസ്, we will feel like it's God's hand. That's it. And thank you so much for listening to me. Thank you guys.